നമസ്കാരം. ഭാരതം എന്ത് ചെയ്താലും അതിപ്പോൾ വ്യാപാരമായാലും ക്രൂഡ് ഓയിൽ മേഖലയിലായാലും കൃത്യമായ പ്ലാനിങ്ങോടുകൂടെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണത്തിൽ ഇന്ന് ഇന്ത്യ പല മേഖലയിലും ഒന്നാമതായി നിൽക്കുന്നത്. അത് ചിലർ പറയുന്ന പോലെ കേരളം നമ്പർ 1 പോലെയല്ല. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ചെയ്യുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങളും മാത്രമേ മോദി സർക്കാർ മുന്നോട്ട് വയ്ക്കുകയുള്ളൂ. ഇതിപ്പോൾ ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് UAE സാമ്പത്തിക ടൂറിസം മന്ത്രി അബ്ദുള്ള ബിൻ തൗഫ് അൽ മാറി. 2022 ഒപ്പുവെച്ച സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്ത്യയും UAEയും തമ്മിലുള്ള സാമ്പത്തിക ബന്ധങ്ങൾക്ക് വലിയ ഉണർവ് നൽകുന്നതായി ഇദ്ദേഹം പറയുന്നു. ഇതിപ്പോൾ പലവിധ ചർച്ചകൾക്കും കാരണമായിട്ടുണ്ട്. ഈ കരാർ ഇരു രാജ്യങ്ങൾക്കും പുതിയ അവസരങ്ങൾ തുറന്നു നൽകുകയും വ്യാപാര നിക്ഷേപ മേഖലകളിൽ ഗണ്യമായ വളർച്ചയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്തു. CEPA പ്രാബല്യത്തിൽ വന്നതിനു ശേഷം ഇന്ത്യയും UAEയും തമ്മിലുള്ള എണ്ണ ഇതര വ്യാപാരത്തിൽ വൻ വർധനവുണ്ടായി. 2020-21 സാമ്പത്തിക വർഷത്തിൽ $43.3 ബില്യൺ ആയിരുന്ന ഉഭയകക്ഷി ചരക്ക് വ്യാപാരം 2023-24 $83.7 ബില്യൺ എത്തി. 2030 എണ്ണ ഇതര വ്യാപാരം $100 ബില്യൺ എത്തിക്കാനാണ് ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള നിക്ഷേപം $8 ബില്യൺ ആണ്. ഇത് ഇന്ത്യയെ UAEയിലെ രണ്ടാമത്തെ വലിയ ആഗോള നിക്ഷേപകനാക്കുന്നു. UAE ഇന്ത്യയിലെ 7ാമത്തെ വലിയ ആഗോള നിക്ഷേപകനുമാണ്. കൂടാതെ 80%-ലധികം ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ നീക്കം ചെയ്യുകയോ കുറയ്ക്കുകയോ ചെയ്തത് വ്യാപാരത്തിന് വലിയ പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. രത്നങ്ങളും ആഭരണങ്ങളും, ഫാർമസ്യൂട്ടിക്കൽസ്, പഴം, പച്ചക്കറി ഉൽപ്പന്നങ്ങൾ, ഇലക്ട്രിക്കൽ യന്ത്രങ്ങൾ, ഉപകരണങ്ങൾ, ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് കെമിക്കലുകൾ, സ്മാർട്ട് ഫോണുകൾ തുടങ്ങിയ മേഖലകളിലെ കയറ്റുമതിയിൽ ഗണ്യമായ വളർച്ചയുണ്ടായി. അതേസമയം ഇന്ത്യ ലോകത്തിലെ പ്രധാന ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ്. രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യകതയുടെ വലിയൊരു ഭാഗം ഇറക്കുമതിയെ ആശ്രയിച്ചാണ്. നിലവിൽ റഷ്യയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ വിതരണക്കാർ. യുക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യയിൽ നിന്നുള്ള എണ്ണയ്ക്ക് കിഴിവ് ലഭിക്കുന്നതിനാൽ ഇന്ത്യ റഷ്യൻ എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയുടെ 35% റഷ്യയിൽ നിന്നാണ്. ഇറാഖ്, സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളാണ് ലിസ്റ്റിൽ പിന്നാലെയുള്ളത്. അതേസമയം പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ എണ്ണ വിപണിയിൽ അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നുണ്ട്. ഹോർമുഡ് കടലിടുക്കിലെ പ്രശ്നങ്ങൾ എണ്ണ വിതരണത്തെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഇന്ത്യ പുതിയ വിപണികളിലേക്ക് എണ്ണയ്ക്കായി എത്തുകയും എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ എണ്ണ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്തിടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് സമീപം വലിയ ക്രൂഡ് ഓയിൽ ശേഖരം കണ്ടെത്തിയത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് വലിയ സഹായകരമാകുമെന്നും പ്രതീക്ഷിക്കുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.